നമസ്കാരം. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. MLA ശമ്പളം മുഴുവൻ ജനങ്ങൾക്ക് തിരിച്ചു നൽകി മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. പണം നൽകാത്തതിലുള്ള വൈരാഗ്യത്താൽ അമ്മയെ മകൻ കത്തികൊണ്ട് കൈഞ്ഞരമ്പ് മുറിച്ച് പരിക്കേൽപ്പിച്ചു. KJU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനാചരണം നടത്തി. ഓപ്പറേഷൻ ഡീഗന്റിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ ഗഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. ആറാട്ടുപുഴ പൂരം കൊടിയേറി. അമ്പഴക്കാട്ട് അജ്ഞാത ജീവിയുടെ അക്രമത്തിൽ ആടുകൾ ചത്തു. വിശദമായ വാർത്തകളിലേക്ക്. MLA ശമ്പളം മുഴുവൻ ജനങ്ങൾക്ക് തിരിച്ചു നൽകി മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ. ഓണററിയും ശമ്പളവും ഒന്നും പോരാ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന പൊതുപ്രവർത്തകരുടെ നാടാണ് കേരളം. ഇവിടെയാണ് മൂവാറ്റുപുഴ MLA വ്യത്യസ്തനാകുന്നത്. കഴിഞ്ഞ 4 വർഷമായി MLA എന്ന നിലയിൽ ലഭിച്ച ശമ്പളം മുഴുവൻ സ്വരുക്കൂട്ടി ഡയാലിസിസ് രോഗികൾക്കായി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഈ യുവ MLA. ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാകാം ഒരു ജനപ്രതിനിധി തനിക്ക് ലഭിച്ച ശമ്പളം മുഴുവൻ ജനങ്ങൾക്ക് വീതിച്ചു നൽകുന്നത്. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറിയ ഘട്ടം മുതൽ ജോലി ചെയ്ത് പൊതുപ്രവർത്തനം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അഭിഭാഷക വൃത്തി സജീവമായി നടത്തിയാണ് ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തിയത്. മൂവാറ്റുപുഴയിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അന്നു മുതൽ ലഭിച്ച ശമ്പളത്തിൽ നിന്നും 1 രൂപ പോലും എടുത്തിട്ടില്ല. 4 വർഷത്തെ ശമ്പള ഇനത്തിൽ 25 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്. ഈ തുക ജനങ്ങൾക്ക് മടക്കി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. പണം നൽകാത്തതിലുള്ള വൈരാഗ്യത്താൽ മകൻ അമ്മയെ കത്തികൊണ്ട് കൈഞ്ഞരമ്പ് മുറിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. മകൻ റിമാൻഡിൽ. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 3 പീടികയിൽ സുജിത് സെന്ററിൽ താമസിക്കുന്ന തങ്കയ്ക്കാണ് മുറിവേറ്റത്. ഇവരുടെ മകനായ അജു എന്ന അജയൻ പണം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താൽ കത്തികൊണ്ട് തങ്കയുടെ വലതു കൈത്തണ്ടയിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ അജയനെ റിമാൻഡ് ചെയ്തു. KJU സംസ്ഥാന സമ്മേളനം പതാക ദിനാചരണം നടന്നു. ഏപ്രിൽ 10, 11 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന KJU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാള മേഖലയിൽ പതാക ദിനം ആചരിച്ചു. മാള കടവിൽ നടന്ന പതാക ദിനാചരണത്തിൽ KJU മാള മേഖലാ പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്തെ പതാക ഉയർത്തി. യോഗത്തിൽ KJU സംസ്ഥാന ട്രഷറർ EP രാജീവ് അധ്യക്ഷത വഹിച്ചു. ഓപ്പറേഷൻ ഡീഹണ്ടിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശോധനയിൽ ഗഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം, സംഭരണം, ഉൽപാദനം എന്നിവ തടയുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS ഉത്തരവ് പ്രകാരം തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തിവരുന്ന ഓപ്പറേഷൻ ഡീഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിലെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് ചോറ്റുവ സ്വദേശിയായ വിനോദിനെ അറസ്റ്റ് ചെയ്തത്. ആറാട്ടുപുഴ പൂരം കൊടിയേറി. ആറാട്ടുപുഴ പൂരത്തിന് ആതിഥ്യമരുളുന്ന ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഏപ്രിൽ 3-നാണ് കൊടിയേറിയത്. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് ക്ഷേത്രത്തിൽ ഊരാളൻ കുടുംബാംഗമായ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി, അനൂപ് നമ്പൂതിരി, ചേരഞ്ചോടത്ത് പുരുഷോത്തമൻ നമ്പൂതിരി, ശ്രീകുമാർ നമ്പൂതിരി, ഓട്ടൂർക്കാട് ജയൻ നമ്പൂതിരി, വിനോദ് നമ്പൂതിരി, വിശാഖ് നമ്പൂതിരി, കപ്പടിങ്ങാട്ട് ബാബു നമ്പൂതിരി, ദിലീപ് നമ്പൂതിരി, ബാലകൃഷ്ണൻ നമ്പൂതിരി, ബിജു നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. വാദ്യഘോഷങ്ങളൊന്നുമില്ലാതെ, ചമയമില്ലാതെ ഒരു ഗജവീരന്റെ പുറത്ത് ഊരാളൻ കുടുംബാംഗത്തെ കയറ്റി കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ 7 കണ്ടം അതിർത്തി വരെ ആനയിച്ചു. അവിടെ വെച്ച് അടിയന്തരമാറാൻ ശംഖധ്വനി മുഴക്കി. തുടർന്ന് ത്രിപുടതാളത്തിൽ വാദ്യഘോഷങ്ങളുടെ ആർപ്പും കുരവയുമായി ജനസഞ്ചയം ക്ഷേത്രത്തിലേക്ക് മടങ്ങി. ത്രിപുടമേളം ക്ഷേത്ര നടപ്പുരയിൽ കലാശിച്ചു. ബലിക്കലിന് സമീപം മാടമ്പി വിളക്ക്, നിറപറ, വെള്ളരി എന്നിവയുടെ സാന്നിധ്യത്തിൽ 2 നാളികേരം ഉടച്ചുവെച്ചു. തുടർന്ന് അടിയന്തരന്മാരാർ കിഴക്കോട്ട് തിരിഞ്ഞ് ശാസ്താവിനെ തൊഴുത് ക്ഷേത്രം ഊരാളന്മാർ മുഖമണ്ഡപത്തിൽ എഴുന്നള്ളിയിട്ടില്ലേ എന്നും സമുദായ നമ്പൂതിരിമാർ വാതിൽ മാടത്തിൽ എത്തിയില്ലേ എന്നും 3 തവണ ചോദിച്ചു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവിന്റെ പൂരം പുറപ്പാടിന് കൂട്ടിക്കൊട്ട് കൊട്ടട്ടെ എന്നും അതിനുശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ഇത് തന്നെ 3 തവണ കൂട്ടി ചോദിച്ചു. തുടർന്ന് 3 പ്രാവശ്യം ശംഖ് വിളിച്ച് വലന്തലയിൽ പൂരം കൊട്ടിവെച്ചതോടുകൂടി കൊടിയേറ്റ ചടങ്ങുകൾ പര്യവസാനിച്ചു. കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ബോർഡംഗം അഡ്വക്കേറ്റ് KP അജയൻ, കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, റവന്യൂ ഇൻസ്പെക്ടർ KV വിനിത, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് പങ്കെടുത്തു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ചമയ പ്രദർശനം തുടങ്ങി. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പിനും പുകഴ്ചയ്ക്കും വേണ്ടി ഭക്തർ സമർപ്പിച്ച വിവിധ വലിപ്പത്തിലുള്ള കോലങ്ങൾ, നെറ്റിപ്പട്ടങ്ങൾ, പട്ടുകുടകൾ, വക്കകൾ, മണിക്കൂട്ടങ്ങൾ, ആലവട്ടം, ചാമരം, കൈപ്പന്തം തുടങ്ങിയവയുടെ പ്രദർശനം ആരംഭിച്ചു. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിലാണ് പ്രദർശനം 2 ദിവസം തുടരും.
ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നൽകി വരുന്ന പുരസ്കാരങ്ങൾ കൊടിയേറ്റ് ദിവസമായ വ്യാഴാഴ്ച ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സമ്മാനിച്ചു. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുള്ള ശ്രീ ശാസ്ത പുരസ്കാരം കുമ്മത്ത് നന്ദനനും, സന്തോഷ് സ്മൃതി പുരസ്കാരം KW അച്യുതവരാർക്കും, കൊച്ചി ദേവസ്വം ബോർഡിന്റെ മല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക പുരസ്കാരം മേളപ്രമാണി പഴുവിൽ രാഘവമാരാർക്കും സമ്മാനിച്ചു. മാള അമ്പലക്കാട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 6 ആടുകൾ ചത്തു. അമ്പഴക്കാട് സെന്റ് തോമസ് ദേവാലയത്തിനും വോട്ട് കമ്പനിക്കും സമീപം താമസിക്കുന്ന ചേറ്റിപ്പറമ്പിലെ ഗോപിയുടെ വീട്ടിലെ 6 ആടുകൾ അജ്ഞാതജീവി വ്യാഴാഴ്ച രാത്രി കടിച്ചു കൊന്നു. ഇതിൽ 2 ആടുകളെ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ വീട്ടുകാർ ആട്ടിൻകൂട്ടിലെത്തിയപ്പോഴാണ് ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വിവരമറിയിച്ചതിനെ തുടർന്ന് മാള പോലീസും ചാലക്കുടി വനം വകുപ്പ് അധികൃതരും അന്നമനട പഞ്ചായത്ത് വാർഡംഗവും പഞ്ചായത്ത് സെക്രട്ടറിയും സ്ഥലത്തെത്തി. എന്നാൽ ആടുകളെ കടിച്ചു കൊന്നത് പുലിയല്ല എന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് അധികൃതർ. UDF മുളന്തുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടത് ദുർഭരണത്തിനെതിരായി നടത്തിയ രാപ്പകൽ സമരം UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇതോടെ ചാനൽ 91 8 മണി വാർത്തകൾ സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 8 മണിക്ക് കാണുന്നതുവരെ ഏവർക്കും ശുഭദിനം.